ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് കുറച്ച് ചെറിയൊരു പരിപാടിയുണ്ട്. അതെ, അതായത് കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ മൂത്ത ബ്രദറിന്റെ വക ഒരു ചെറിയൊരു പായസവും രണ്ടാമത്തെ ബ്രദറിന്റെ വക ചെറിയൊരു കേക്കും ആണ്. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ട്. ബാക്കി പരിപാടിയെല്ലാം കാണിക്കാം, കേക്ക് കട്ടിങ്ങും എല്ലാം കാണിക്കാം. അപ്പം ഗൈസ്, അപ്പൊ നമ്മളൊരു പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ സേമിയ പൊട്ടിച്ച് ചെറുതായിട്ട് പൊടിച്ചുള്ളത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്തെടുക്കണേ. ഏകദേശം ഇതുപോലൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് പാത്രത്തിനകത്തോട്ട് നമ്മളൊരു 4 കവർ പാലാണ് ഒഴിക്കുന്നത്. ആ 4 കവർ പാലിന് 2 കവർ വെള്ളം എന്നുള്ള രീതിയിൽ. അപ്പം നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് തൊലിയില്ലാത്ത നല്ല കടല ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് ഏകദേശം ഈ ഒരു പരുവേ. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാവേ. എന്നിട്ട് നമുക്ക് ആ നെയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. അപ്പം നമുക്കത് നല്ലപോലെ ഇളക്കി ഇത് ഏകദേശം ഈ പരുവം നല്ലപോലെ നമുക്ക് വറുത്തെടുത്ത് മാറ്റി വെക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് പാലൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിത് അടുക്കി പിടിക്കാതിരിക്കുക. എന്നിട്ട് നമ്മളൊരു 3 തവി, അതായത് വലിയ സ്പൂണിന് 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ ഈ ഉണക്കമുന്തിരി കഴുകി നല്ലപോലെ പിഴിഞ്ഞിട്ട് നമ്മൾ ആ വറക്കാനെടുത്ത് ആ നെയ്ക്കകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഉണക്കമുന്തിരിയെ. ഏകദേശം നല്ലപോലെ നമുക്കറിയാമല്ലോ, ഈ മുന്തിരി വീർത്ത് വരുന്ന രീതിയിൽ. അതാണ് അതിൻ്റെ പരുവേ. നല്ലപോലെ നമുക്ക് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് പാലിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇല്ലേ, സേമിയ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാവേ. പാലും ഇതും നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാനാണ് ഈ കൈ വിട്ട് ഇളക്കണമെന്ന് പറയുന്നത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്, തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച് നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മുറിച്ചിട്ട് നമുക്ക് പായസം കുടിക്കാം. വാ. അപ്പം ഞാൻ കേക്ക് മുറിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞ് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ്. അപ്പം അവളെ മുറിക്കുകയാണ്. എല്ലാവരും ഇന്ന് ഓരോന്ന് പറയാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൂലയ്ക്ക് നിൽക്കുക കേട്ടോ. പിന്നെ ഞാൻ അവൾക്കൊരു കഷ്ണം കൊടുക്കുകയാണ്. അവളും എനിക്ക് ഒരു കഷ്ണം കേക്ക് തിരിച്ചും തരുന്നുണ്ടേ. അപ്പം ഞങ്ങൾ കേക്ക് കഴിച്ച് പായസമൊക്കെ കുടിക്കട്ടെ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.